ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കുലാർ മോഷൻ അഥവാ വർത്തുള ചലനത്തെ പറ്റിയാണ്. വിവിധ തരം ചലനങ്ങൾ ഉണ്ട് അല്ലേ? ഏതൊക്കെയാണവ? നേർരേഖാ ചലനം. ഒരു നേർരേഖയിലൂടെയുള്ള ചലനത്തെയാണ് നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ലീനിയർ മോഷൻ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, ഞെട്ടറ്റ് വീഴുന്ന ഒരു മാമ്പഴത്തിൻ്റെ ചലനം, അതൊരു നേർരേഖാ ചലനമാണ്. അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെ ചലനം ഒരു നേർരേഖാ ചലനമാണ്. അടുത്തതാണ് വർത്തുള ചലനം. ഒരു വസ്തു വൃത്താകാര പാതയിലൂടെയുള്ള ചലനം, അതിനെയാണ് എന്ത് പറയുക? വർത്തുള ചലനം എന്ന് പറയുക. കയറിൽ കെട്ടിയ ഒരു കല്ല് വട്ടത്തിൽ കറക്കുന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചലനമാണ് ഭ്രമണം. എന്താണ് ഭ്രമണം? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി ഒരു വസ്തു ചലിക്കുന്നതിനെയാണ് എന്ത് പറയുക? ഭ്രമണം എന്ന് പറയുക. ഭ്രമണത്തിന് ഉദാഹരണമാണ് പമ്പരം കറങ്ങുന്നത്, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത്, അതുപോലെ തന്നെ വാഹനങ്ങളുടെ ചക്രത്തിൻ്റെ കറക്കം, ഇതൊക്കെ ഭ്രമണത്തിന് ഉദാഹരണമാണ്. അടുത്തതാണ് പരിക്രമണം അഥവാ റവല്യൂഷൻ. എന്താണ് പരിക്രമണം? കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനങ്ങളെയാണ് പരിക്രമണ ചലനങ്ങൾ എന്ന് പറയുന്നത്. പരിക്രമണ ചലനത്തിന് ഉദാഹരണം എന്താണ്? ഭൂമിയുടെ സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള വാർഷിക ചലനം പരിക്രമണ ചലനത്തിന് ഉദാഹരണമാണ്. അടുത്തത്, ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയുള്ള വസ്തുവിൻ്റെ ഇരുവശങ്ങളിലേക്കുമുള്ള ചലനം അറിയപ്പെടുന്നത് ദോലനം അഥവാ ഓക്സിലേഷൻ എന്നാണ്. ക്ലോക്കിൻ്റെ, പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, ഇതൊക്കെ ദോലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് കമ്പനം അഥവാ വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളാണ് കമ്പനങ്ങൾ എന്നറിയപ്പെടുന്നത്. വലിച്ചു പിടിച്ച ഒരു റബ്ബർ ബാൻഡ് വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്നത് കമ്പനമാണ്. ട്യൂണിംഗ് ഫോർക്കിൽ അനുഭവപ്പെടുന്നതും കമ്പനമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം വിവിധ തരം ചലനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വർത്തുള ചലനത്തെ പറ്റിയാണ്. എന്താണ് വർത്തുള ചലനം? ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനത്തെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനത്തിൻ്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. സമവേഗത്തിൽ വർത്തുളപാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം മാറുന്നുണ്ടോ? നമുക്കറിയാം, പ്രവേഗം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. അതിനെന്തുണ്ട്? ദിശയും അതുപോലെ തന്നെ പരിമാണവും ഉണ്ട്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദിശ അഥവാ ഡയറക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പോയിൻ്റ് എടുത്ത് നോക്കിയാലും ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ദിശ മാറുമ്പോൾ എന്തും മാറും? പ്രവേഗവും മാറും. അപ്പോൾ സമവേഗത്തിൽ വർത്തുളപാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം മാറുന്നുണ്ട്, പ്രവേഗത്തിൻ്റെ ദിശ എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, പ്രവേഗമാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു ത്വരണമുണ്ടാകും. ഈ ത്വരണത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും. അതായത് വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം അഥവാ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ത്വരണം ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ത്വരണം ഉണ്ടാക്കാൻ അവിടെ എന്ത് വേണം? ഒരു ബലം വേണം. ഈ ബലത്തെ അറിയപ്പെടുന്നത് അഭികേന്ദ്ര ബലം അഥവാ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നാണ്. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലായിരിക്കും എന്നും മനസ്സിലാക്കി വെക്കുക. എം മാസുള്ളൊരു വസ്തു വി പ്രവേഗത്തിൽ ആർ ആരമുള്ള വൃത്തപാതയിൽ വർത്തുള ചലനം നടത്തിയാൽ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന അഭികേന്ദ്ര ബലം കണ്ടെത്താനുള്ള ഇക്വേഷൻ അഭികേന്ദ്ര ബലം F(c) mv²/r എന്നായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം പ്രതീക്ഷിക്കാം. സോ അഭികേന്ദ്ര ബലം Fc എന്ന് പറയുന്നത് mv²/r ആയിരിക്കും. അതുപോലെ തന്നെ അഭികേന്ദ്ര ത്വരണം A എന്ന് പറയുന്നത് v²/r ആയിരിക്കും എന്നുള്ളതാണ്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു
തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. എന്താണ് സമവർത്തുള ചലനം? വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. യൂണിഫോം സർക്കുലാർ മോഷൻ്റെ ഉദാഹരണങ്ങളാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ജയൻ്റ് വീലിൻ്റെ ചലനം, അതുപോലെ തന്നെ പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം. ഇതൊക്കെ സർക്കുലാർ മോഷൻ, യൂണിഫോം സർക്കുലാർ മോഷനുള്ള ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. നമ്മൾ പഠിച്ചു സമവർത്തുള ചലനത്തിൽ തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ വേഗത അഥവാ സ്പീഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. വേഗത എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. അതിന് പരിമാണം മാത്രമേ ഉള്ളൂ. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നതിനാൽ വേഗത എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ പ്രവേഗമോ? പ്രവേഗം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. അതിന് പരിമാണവും ദിശയുമുണ്ട്. സമവർത്തുള ചലനത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ അതിൻ്റെ പ്രവേഗം എന്തായിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് സമവർത്തുള ചലനത്തിൽ ഉള്ള ഒരു വസ്തുവിൻ്റെ വേഗത ഒരു കോൺസ്റ്റൻറ്റും പ്രവേഗം മാറിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വിവിധ തരം ചലനങ്ങളെ പറ്റിയും അതുപോലെ തന്നെ വർത്തുള ചലനത്തെ പറ്റിയുമാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ ചലനത്തെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തു തുല്യ സമയത്തിൽ തുല്യ ദൂരം വൃത്തപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ചലനത്തെ നമ്മൾ പറയും സമവർത്തുള ചലനം എന്ന് പറയും. സമവർത്തുള ചലനത്തിന് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ എന്താണ് അഭികേന്ദ്ര ത്വരണം, എന്താണ് അഭികേന്ദ്ര ബലം എന്ന് നമ്മൾ പഠിച്ചു. അഭികേന്ദ്ര ത്വരണത്തിൻ്റെയും അഭികേന്ദ്ര ബലത്തിൻ്റെയും ഡയറക്ഷൻ വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അഭികേന്ദ്ര ബലം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് Fc=mv²/r. അതുപോലെ തന്നെ അഭികേന്ദ്ര ത്വരണം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് AC=v²/r. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ അഭികേന്ദ്ര ബലം നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? അതായത് നമ്മളൊരു കല്ല് കയറിൽ കെട്ടി വട്ടത്തിൽ കറക്കുന്നു എന്ന് വിചാരിക്കുക. ഈ കല്ല് കറങ്ങുന്നതിനാവശ്യമായ ബലം നൽകുന്നത് നമ്മുടെ കൈയാണല്ലേ? ഈ ചരടിൽ നിന്ന് നമ്മൾ കൈ വിട്ടാൽ ആ കല്ലിന് എന്താണ് സംഭവിക്കുക? ആ കല്ല് ഏത് ബിന്ദുവിൽ നിന്നാണോ നമ്മൾ കൈ വിടുന്നത് ആ ബിന്ദുവിലെ തൊടുവരയിലൂടെ തെറിച്ചു പോകും എന്ന് മനസ്സിലാക്കി വെക്കുക. തൊടുവര എന്ന് ഉദ്ദേശിക്കുന്നത് ആ ബിന്ദുവിൻ്റെ ടാൻജൻഷ്യലായിട്ട് അതെന്ത് ചെയ്യും? തെറിച്ചു പോകും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഹാമർ ത്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഹാമർ ത്രോയിൽ ഹാമർ എന്ത് ചെയ്യും? വട്ടത്തിൽ ചുറ്റിയതിന് ശേഷമാണ് എറിയുക. എന്തിനായിരിക്കും ഇങ്ങനെ വട്ടത്തിൽ ചുറ്റുന്നത്? അത് ടാൻജൻഷ്യലായിട്ട് കൂടുതൽ ദൂരം തെറിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഹാമർ ത്രോയിൽ ഹാമർ എന്ത് ചെയ്യുന്നത്? വട്ടത്തിൽ ചുറ്റുന്നത് എന്നും മനസ്സിലാക്കി വെക്കുക. ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.